അസ്സലാമു അലൈക്കും. ഈ ചരിത്ര മുഹൂർത്തം ചരിത്രത്തിൻ്റെ താളുകളിൽ എക്കാലവും എഴുതപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വേദ പുസ്തകത്തെ കൂടാതെ ഇതര ഗ്രന്ഥങ്ങൾ വായിക്കുവാനോ പഠിക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു ജനസമൂഹമായിരുന്നു ക്രൈസ്തവ ലോകം. എന്നാൽ ഇങ്ങനെ മനോഹരമായൊരു വേദി നമുക്കൊരുക്കി തന്ന എം അക്ബർ സാഹിബിനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഉടനീളം അദ്ദേഹം ആവർത്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കണം, വായിച്ച് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് കാണാവുന്ന ഒരു മാർഗമുണ്ട് എന്ന്. അപ്പൊ ഞാനും എൻ്റെ സ്നേഹിതന്മാരും കൂടെ ആ ചലഞ്ച്, ആ വെല്ലുവിളി ഒന്ന് ഏറ്റെടുത്ത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ബാക്കി കാര്യങ്ങളോട് പറയാൻ പറ്റൂല, അതുപോലത്തെ കാര്യങ്ങളാ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ആരംഭിച്ചപ്പോൾ വേറൊരു ഇൻഡാസ് എന്താണെന്നറിയണ്ടേ, മൂപ്പര് ഇങ്ങനെ ക്രിസ്ത്യ സംവാദം നടത്തുകയാണ്, ഇസ്ലാം ക്രൈസ്തവ സംവാദം എന്നും പറഞ്ഞു. അപ്പൊ അവിടെ വിളിച്ചു വരുത്തുന്ന ആളുകളൊക്കെ ഒന്നും അറിയാത്തവരാണെന്നുള്ള ധാരണ അദ്ദേഹം തന്നെ സുവിശേഷം പറയും. ആ സുവിശേഷം എന്താണ്? പൗലോസ്ലീഹ പറഞ്ഞതായ സുവിശേഷം, മറ്റൊരു സുവിശേഷം. അപ്പൊ അത് കേട്ട് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ലവ് ജിഹാദിലേക്കും റോമിയോയിലേക്കൊക്കെ അങ്ങോട്ട് ചുറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പൊ ഹലാൽ ഇളകിയിരിക്കുകയാണ് മൂപ്പർക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സംവാദത്തിന് മൂപ്പരെ വിളിച്ചപ്പോൾ വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലായി. എന്ന ഒരു കാര്യമുണ്ട്, ഈ മൂപ്പരെ നമ്മൾ വിളിച്ചതിന് മുമ്പ് ഇദ്ദേഹം കേരളത്തിൽ അനേകരെ വിളിച്ചിങ്ങാണ്ട് നടന്നിരുന്നു. ഇപ്പൊ മൂപ്പരെ നമ്മൾ വിളിക്കാൻ തുടങ്ങിയപ്പം മൂപ്പര് പരിപാടി നിർത്തിയെന്നാ പറഞ്ഞേ. അപ്പം ഈ ഖുർആൻ എന്താണെന്ന് ആദ്യം അറിഞ്ഞാലേ നമ്മൾ ഈ പറയുന്നതായ പടച്ചോൻ അല്ലെങ്കിൽ സൃഷ്ടികർത്താവും കാരുണ്യവാനും കാരുണ്യനിധിയുമായിരിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനൊരു മലബാറിയാണ് കേട്ടോ, അപ്പൊ എന്റെ ഭാഷ മിക്കവാറും ഇങ്ങനെയായി പോവും, നിങ്ങൾ ക്ഷമിച്ചോണ്ടു. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഖുർആനിലെ അള്ളാഹു, ബൈബിളിലെ യഹോവയാം ദൈവം. ഇതാരാ പറഞ്ഞത്? അക്ബർ സാഹിബ് അല്ലട്ടോ. അതിനൊക്കെ മുമ്പേ മൂപ്പരെ പഠിപ്പിച്ചതായ മൗലിയാമാരും അല്ല, ഓലെ പഠിപ്പിച്ചതായ മൗലിയാമാരും അല്ല. പണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതാണ്. ഏതിലാണ്? സൂറ 29:46. എന്താണത്? പ്രവാചക നിങ്ങൾ പറയും ആരോട്? വേദക്കാരോട്. എന്താ പറയണ്ടേ? സംവാദത്തിൽ ഏർപ്പെടരുത്. ആര്? എം അക്ബർ സാഹിബ് ശരിയായിട്ട് ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ വേദക്കാരോട് സംവാദത്തിൽ ഏർപ്പെടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർ അത് മാത്രം വായിച്ചിട്ടില്ല, ബാക്കിയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വേദക്കാരോട് സംവാദത്തിൽ ഏർപ്പെടരുത്. പിന്നെ അവരോട് പറയുവീൻ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. കേൾക്കണം. അവരിലേക്കെന്ന് പറയുമ്പോൾ ക്രൈസ്തവർക്ക്, യഹൂദികൾക്ക് വെളിപ്പെട്ട് കിട്ടിയതായ വഹൈ അല്ലെങ്കിൽ സന്ദേശം, സ്വർഗീയമായിട്ടുള്ള സന്ദേശം, അതിൽ ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റാണ്, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്ന് തന്നെ. അപ്പൊ ഞങ്ങളും നിങ്ങളെന്നുള്ള വ്യത്യാസം ഉണ്ടാക്കിയത് മൂപ്പര് തന്നെയാണ്, അള്ളാഹു. എന്നിട്ട് പറയാണ് ഒന്നാണ് നമ്മൾ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു പഠനം നടത്തണം. അപ്പൊ ബൈബിൾ വായിച്ചപ്പോഴാണ് അതിനകത്ത് വേറൊരു രസം ഉണ്ടായത്. എന്താണ്? ദൈവം ഏകൻ. ദൈവം ഏകൻ എന്നുള്ളത് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ബൈബിൾ പറയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പിശാചും വിശ്വസിക്കണേ ദൈവം ഏകനെന്നാണ്. അപ്പം നബി മാത്രമല്ല, അതിന് മുമ്പേ പിശാചും വിശ്വസിക്കണേ. എന്നിട്ടോ ഓൻ വിറയ്ക്കുകയും കൂടി ചെയ്യും. അപ്പം മത്തായിന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം യേശു ക്രിസ്തു ഒരു ക്ലെയിം പറഞ്ഞു, ഒരു തന്നെ കുറിച്ച് തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? എന്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പൊ ആരെങ്കിലും പിതാവിനെ അറിയാതെ പോകുന്നെങ്കിൽ അതിന്റെ ഏക കാരണം അവർക്ക് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പിതാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 1:18. എന്നാൽ അവന്റെ മടിയിലിരിക്കുന്നവനായ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു
ലോകത്തിൽ വെളിപ്പെടുത്തിയതായിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ട്. അത് ദൈവം ആരാകുന്നു എന്നുള്ളതാണ്. ആ ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടത്. യേശു ക്രിസ്തു വെളിപ്പെടുത്തിയതായ ദൈവം. ആ ദൈവവും നമ്മുടെ വേദത്തിലുള്ള ദൈവം ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പം അതിന് നമുക്ക് കുറച്ച് പ്രയാസമുണ്ട് അംഗീകരിക്കാൻ. ജെറി ബ്രദറും എല്ലാം കൂടെ ഹൈദരാബാദിൽ നടത്തിയ ഒരു സംവാദത്തില് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാസ്റ്ററായിരുന്ന ഒരാള് അതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു സംശയം. ജെറി ബ്രദറിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പം വാസ്തവത്തിൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണോ? മൂപ്പർ എണീച്ച് ചോദിച്ചു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങളിൽ ആർക്കും ഒരു തർക്കവുമില്ല, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ അള്ളാഹു വേദപുസ്തകത്തിൽ പറയുന്ന, വിശുദ്ധ ബൈബിളിൽ പറയുന്ന അള്ളാഹു അല്ല എന്ന്, ദൈവമല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ആ ദൈവത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനും ആരും പറയാതെയും നിർബന്ധിക്കാതെയും ദൈവത്തെ ആരാധിക്കാനും ഇടയാകുള്ളൂ. മറ്റെന്താണ്? നിർബന്ധമായിട്ട് വിളിക്കുകയാണ്. വന്നിട്ടില്ലെങ്കിൽ ശരിയാക്കി കളയുന്നു. ദിവസം വിളിക്കും 5 പ്രാവശ്യം. വന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാക്കി കളയും. പക്ഷേ യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയതായിട്ടുള്ള ദൈവത്തിന്റെ മക്കൾക്ക് യാതൊരു സംശയം കൂടാതെ ദൈവത്തെ ആരാധിക്കാനുള്ള വലിയൊരു ഉൾപ്രേരണ കിട്ടും. കാരണം ദൈവം ആരാണെന്ന് അവൻ അനുഭവിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്കറിയാം. അതുകൊണ്ട് ആരും വിളിക്കാതെ തന്നെ, ആരും നിർബന്ധിക്കാതെ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ മക്കൾക്ക് സാധിക്കുമെങ്കിൽ, ഇവിടെ ഇതാ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് എന്റെ മുമ്പാകെ നിങ്ങൾ ഇബാദത്ത് ചെയ്തിരിക്കണം, എന്നാൽ മാത്രം. അത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയണ്ടേ? നമ്മളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ മൂപ്പരോട് എഴുതി വെച്ചിരിക്കണം സ്വർഗത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലബാറിയാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഷയെ പറഞ്ഞു പോവും. ഇബാദത്ത് എന്നുള്ള അറബി വാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു നിശ്ചയിച്ചതിനെ പിന്നെ ആർക്കും മാറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ചെയ്യണത് എന്ന ചോദ്യം യുക്തിവാദികൾ ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? പറ്റൂല. അപ്പം പറയും അത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ കിട്ടുമല്ലേ എന്ന് ഉറപ്പില്ലെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാൻ പറ്റുമെന്ന്. പടച്ചോനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വേദങ്ങൾ പരിശോധിക്കണം. എന്താണ് ആധികാരികമായിട്ടുള്ള വേദം? വിശുദ്ധ ബൈബിളാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വേദപുസ്തകം. ഇസ്രായേൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയതായ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിലുള്ള 27 പുസ്തകങ്ങളും അടക്കം 66 പുസ്തകങ്ങളടങ്ങിയ സത്യവേദ പുസ്തകമാണ് ക്രൈസ്തവനെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഏക ഗ്രന്ഥം. അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ യാതൊരു വ്യക്തിക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വേദഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു ക്ലാസിക്കൽ സ്കോളർ ആയിരിക്കുന്ന SM സുമേറിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില ഭാഗങ്ങൾ, ഖുറാനികമായിട്ട് ചില കാര്യങ്ങൾ എൻ്റെ ക്രൈസ്തവ സഹോദരി സഹോദരന്മാർക്ക് അറിയാൻ വേണ്ടി, എൻ്റെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന് അവർ നടിക്കുന്നു. കാരണം ഞങ്ങൾ ഈ എഗ്രിമെന്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് സാഹിബിന്റെ കുറച്ച് ആളുകൾ, ഒരു 5 പേര് വന്നിരുന്നു, ഞങ്ങളുടെ ഓഫീസിൽ വന്നു. അപ്പൊ അന്ന് നമ്മുടെ അസ്കർ ഉണ്ടായിരുന്നു, വേറെ ബ്രദർ അലി ഉണ്ടായിരുന്നു, സോളോമാഷ് ഉണ്ടായിരുന്നു. ഞങ്ങള് 3-4 പേര് അവിടെ കൂടിയിരുന്നപ്പം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച വന്നു. അപ്പൊ പറഞ്ഞു സീറ കൂടെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ആ സഹാബിമാരെല്ലാം കേൾക്കുന്നത് അതിനെക്കുറിച്ച്, സീറ എന്നുള്ള പദം. ഉടനെ ഓല് വിളിച്ചു ചോദിച്ചു സാഹിബിനോട്. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, സാഹിബ് പറഞ്ഞു വേണ്ട ഓലോട് കളിക്കണ്ട, കാരണം ഓല് പഠിച്ചിക്കണ്, വേണ്ട ഓല് പഠിച്ചിക്കുന്നതുകൊണ്ട് നിങ്ങൾ വേണ്ട, അത് നമുക്ക് എങ്ങനെയെങ്കിലും ക്യാൻസൽ ആക്കാം. എന്നിട്ട് എന്താ ചെയ്തേ? ആദ്യത്തെ സംവാദത്തിന്റെ വിഷയം പറഞ്ഞിവിടെ മുഹമ്മദ് നബിയുടെ ധാർമ്മികതയും യേശു ക്രിസ്തുവിന്റെ ദൈവികത്വവും. അപ്പൊ ധാർമ്മികത ഉണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയുള്ളൂ, ചിന്തിക്കേണ്ടിയുള്ളൂ എന്നായിരിക്കും മൂപ്പർ ചിന്തിച്ച്. എന്തായാലും ശരി, മൂപ്പർ പറഞ്ഞു, നിശ്ചയിച്ച ദിവസത്തിൽ രാവിലെ വന്നിട്ട് പറഞ്ഞു, അതെ ഈ വിഷയം മാറ്റണം, ഇത് പറ്റൂല നമുക്ക്. എന്താ പറ്റാത്ത? അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന സുന്നി പണ്ഡിതനായിരിക്കുന്ന ദാരിമിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഓൻ ചെയ്യണത് ശരിയല്ല. കാരണം എന്താ? ഖുറാനി പറഞ്ഞിട്ടുണ്ട്, സൂറ 29:46 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ട് വേദക്കാരുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടരുതെന്ന്. അതുകൊണ്ട് ഓ മുസ്ലിമേ അല്ല എന്നാണ് ദാരിമി പറയണേ. ഇസ്ലാമിന് 2 തരത്തിലുള്ള സന്ദേശങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ അറിവിലേക്ക് വേണ്ടി പറയുക. അതിൽ ഒന്നാമത്തത്,
വഹിയൽ മത്തലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാനികമായിട്ട് വെളിപ്പെട്ട് കിട്ടിയത്. പടച്ചോൻ ഖുറാൻ എഴുതിയത് ഇവിടെ വെച്ചൊന്നുമല്ല കേട്ടോ, പണ്ട് അങ്ങ് വെച്ച് എഴുതിയതാ. അപ്പൊ പിന്നെ ജെറി ബ്രദർ പറഞ്ഞപ്പം മരുമകളെ കല്യാണം കഴിക്കണതിനെ കുറിച്ചുള്ള അനുവാദം കൊടുത്തതോ അത് നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ. അത് കാലാകാലങ്ങളിൽ തിരുത്തുവേ, അവിടെയും തിരുത്തും. അപ്പൊ ഇങ്ങനെ ഇവിടുക്കും തിരുത്തി കൊടുക്കും, അങ്ങനെ കൊടുത്ത അത്. രണ്ടാമത്തേത് വഹേ ഗേറൽ മത്തലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി തിരുമനസ്സുകൊണ്ട് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ, അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങൾ. അപ്പൊ അങ്ങനെ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. അതില് ഒന്നാമത്തേല് വഹേ മത്തലു എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വസിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ദൈവത്തിൽ വിശ്വസിക്കണം. അവരാണ് ലോകത്തിലെ ഏക ദൈവവിശ്വാസികൾ എന്നാ പറയണേ. ആയിക്കോട്ടെ, സമ്മതിച്ചു, നമ്മൾ സമ്മതിച്ചു കൊടുക്കാം. അപ്പം ദൈവത്തിൽ ഒരു വിശ്വസിക്കണം. രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലക്കിന്റെ ഉള്ളിൽ പെടുന്നതാണ് ഇബിലീസ് അടക്കം എന്ന് പറഞ്ഞാൽ സാത്താൻ അടക്കം. സാത്താനിൽ വിശ്വസിക്കണം. പിന്നെ മലക്കുകൾ, മാലാകമാരിൽ വിശ്വസിക്കണം. ജിന്നുകളിലും വിശ്വസിക്കണം. കൂടാതെ മൂന്നാമതായിട്ട് കിതാബുകളിൽ വിശ്വസിക്കണം. കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക എത്ര കിതാബുകളെന്ന്? നമുക്ക് ഇസ്ലാമികമായിട്ട് ഞങ്ങൾക്ക് 104 കിതാബുണ്ട്. 104. അതിൽ 100 എണ്ണം ഏടുകളാണ്, ബാക്കി 4 എണ്ണമാണ് കിതാബുകൾ. അപ്പോൾ ഇത് ആർക്കൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദം നബി മുതലുള്ള ആളുകൾക്ക് ഇത് കിട്ടിയേക്കണേ. ആദം നബി മുതലുള്ള ആളുകൾക്ക് ഈ കിതാബ് കിട്ടിയിട്ടുണ്ട്. മൂപ്പർക്ക് 10 എണ്ണം. പിന്നെ സേത്തിനോ 50 എണ്ണം കൊടുത്തു. പിന്നെ കൊടുത്തതോ ആനോക്കിനാണ് 30 എണ്ണം. പിന്നെ ഇബ്രാഹിം നബിക്ക് കൊടുത്തു എത്ര എണ്ണം? 10 എണ്ണം. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ അബ്രാം പിതാവാട്ടോ. അപ്പം അങ്ങനെ 10 എണ്ണം എല്ലാം കൂടി ചേർത്താൽ 100. പിന്നുള്ളത് 4 എണ്ണ. അതിൽ 4 എണ്ണത്തിലാണ് തൗറാത്ത്, നേരത്തെ നമ്മുടെ ജെറി പറഞ്ഞതായ തൗറാത്ത്. പിന്നെ ദാവൂദിന് കിട്ടിയത് സബൂർ, നമ്മുടെ സങ്കീർത്തനം എന്നൊക്കെ പറയും ചേട്ടന്മാര്. പിന്നെ ഈസയ്ക്കും കിട്ടി 1 ഇഞ്ചീല്. ഈസ എന്ന് പറയുന്നത് യേശുവിനെ അങ്ങോട്ട് അയച്ചപ്പോൾ ഒരു സാധനം കൊടുത്താൽ വിട്ടത് പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരാണ് ഇഞ്ചീല്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം റദ്ദാക്കാനും അതെല്ലാം ഇല്ലാണ്ടാക്കാനുമായിട്ട് അധികാരത്തോടുകൂടെ മുത്തു നബീനെ വിട്ടപ്പോൾ അദ്ദേഹത്തിനും കൊടുത്തു. അതാണ് പരിശുദ്ധ ഖുർആൻ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ 104 ഗ്രന്ഥങ്ങളിൽ നിന്ന് വേണം നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, എന്നാലേ ശരിയായിട്ട് മനസ്സിലാകൂ. നാലാമതായിട്ട് അന്ത്യനാളിൽ വിശ്വസിക്കണം. അതായത് കിയാമത്ത് നാളിൽ വിശ്വസിക്കണം. മരിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നുള്ള നാളാണ് അന്ത്യനാള്. അവ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവസാനമുണ്ട്, ലോകത്തിന്റെ അവസാനം. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ മുൻനിർണയത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പടച്ചോൻ ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടാണ് ഓരോരുത്തരും ജനിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നൊക്കെ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വിശ്വസിച്ചിരിക്കണം. ആറാമതായിട്ട് പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഇവിടെയാണ് നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം. എന്താണ്? ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൊരുത്തപ്പെടുത്തു പോകാം. ഇവിടെ വരുമ്പോ ഈ പ്രവാചകന്മാരിൽ എന്തിനാ വിശ്വസിക്കേണ്ടതെന്ന് ഖുർആനിൽ പറയണില്ല, ഹദീസുകളിലും പറയണില്ല, സീറയിലും പറയണില്ല, ഒരു തഫ്സീറിലും പറയണില്ല. പിന്നെ എങ്ങനെ അറിയാ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ ബ്രദർ ജെറിയാനെ കുറിച്ച് സൂചിപ്പിച്ചു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകത്വ ശുശ്രൂഷ 2 തരത്തിലായിരുന്നു പ്രധാനമായിട്ടും. ഒന്ന്, എപ്പോഴൊക്കെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കവനന്റ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് പാപത്തിന്റെ വഴിയിലേക്കൊക്കെ സഞ്ചരിച്ചുവോ അപ്പോഴൊക്കെയും അവരെ മടക്കി കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ദൗത്യമായിരുന്നു പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ബ്രിങ്ങിങ് ബാക്ക് ടു ദ കവനന്റ് കമ്മ്യൂണിറ്റി, ആ ഉടമ്പടി സമൂഹത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരിക. അതിനാണ് നിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞ് ആ പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് കൂടെ കൂടെ അവരെ ഓർപ്പിക്കുകയും ആ ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ അരുളി ചെയ്യുകയും ചെയ്യുന്നത്. 2, അവർക്കുണ്ടായിരുന്ന ഒരു ശുശ്രൂഷ, പ്രവാചകന്മാർക്കുണ്ടായിരുന്ന ശുശ്രൂഷ വരുവാനുള്ള മശിഹായ്ക്ക് വേണ്ടി ജനഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. വരുവാനുള്ള മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വരുവാനുള്ള യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുവാൻ, യേശു ക്രിസ്തു കൂടെയുള്ള രക്ഷ മാനവരാശിക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നുള്ള ആ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ള അധികാരത്തോടുകൂടെ ജനത്തെ ഒരുക്കുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു പഴയ നിയമ പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. ഇനി 7ാമതായിട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പലതും വിശ്വസിക്കുന്നവരാണ് ഈ കൂട്ടത്തില്. അപ്പൊ പിന്നെ എന്താണ് തെറ്റ്? അതാണ് ചില നമ്മുടെ ചെറുപ്പക്കാർ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ കുഴപ്പം. പത്രത്തിലൊക്കെ വരുന്ന നേരാണെങ്കിൽ അപ്പൊ ചിലരൊക്കെ നമ്മളിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഫാദറെ, നമ്മുടെ വേദപുസ്തകത്തിൽ പറയുന്ന ദൈവത്തെക്കുറിച്ച് തന്നെ അവരും പറയുന്നു,
അതാ ഞാൻ ഇച്ചിരി കൂടെ നല്ലതെന്ന് മനസ്സിലാകുന്നു. കാരണം തൃത്വത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഞങ്ങളുടെ പള്ളികളൊന്നും പറയാറില്ല, പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. കുറച്ചുകൂടെ നല്ല ഇതല്ലേ? അപ്പൊ അതിന് ചുട്ട മറുപടിയൊക്കെ താഴോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് മാത്രമായില്ല, ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യങ്ങളാണ് അനുഷ്ഠാനങ്ങൾ. ആ അനുഷ്ഠാനങ്ങളിൽ അവർക്ക് ദിനംതോറും പ്രമാണിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് ഊതി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് 2 കാര്യങ്ങളെങ്കിലും സൂചിപ്പിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ 5 നേരത്തെ നിസ്കാരം എങ്ങനെ കിട്ടിയത്, എപ്പോഴേ തുടങ്ങിയത്? അതിനൊരു കാര്യമുണ്ട്. മുത്തുനബി ആരംഭത്തിൽ തൻ്റെ പ്രവാചകത്വ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കിബല അല്ലെങ്കിൽ അഭിമുഖമായി നിന്നിരുന്നത് യെരുസലേമിലേക്കാണ്. യെരുസലേമിനെ അഭിമുഖമായി നിന്നുകൊണ്ടായിരുന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള സമയം വന്നപ്പം മൂപ്പര് നേരെ പടിഞ്ഞാട്ട് മാറ്റി, മക്കയിലേക്കാക്കിയിട്ട് പറഞ്ഞു, ഇനിയും തൊട്ട് നമ്മുടെ കിബല ഇങ്ങനെയാണ്. അപ്പം ജനങ്ങൾ ചോദിച്ചു, അതെന്തേ, ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമേ, മൂഢന്മാരായിട്ടുള്ളവർ മാത്രമേ നിന്നോട് ഇങ്ങനെ ചോദിക്കുകയുള്ളൂ എന്നുള്ള ആയത്ത് വിളിച്ചു പറഞ്ഞു. 2:142 മുതൽ 149 വരെയുള്ള ആയത്തുകൾ അതാ പറയണേ. ഇനി 17 സൂറ 17:1 വായിച്ചാലോ, അവിടെ നമ്മുടെ മുത്തുനബീനെ പരലോകത്തിലേക്ക് പടച്ചോനൊരു ദിവസം കൊണ്ടുപോയി, രാത്രിയിൽ, ഒറ്റ രാത്രി കൊണ്ട് പോയി ഒരുപാട് കാര്യങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യം കണ്ടത് 1-ാം ആകാശത്ത് പോണ കൂട്ടത്തില്, ആകാശത്തിലേക്ക് പോണതിന്റെ കൂട്ടത്തില് മൂപ്പര് പോയി യെരുസലേം ദേവാലയത്തിൽ പോയി 5 റൗണ്ട് നിസ്കരിക്കുകയും ചെയ്തു. 5 റൗണ്ട് നിസ്കരിച്ചിട്ടാ പോയത്. ഒരു കാര്യം ഓർക്കണം, MM അക്ബർ സാഹിബ് പോലും വങ്കത്തരം പറയുന്നതിന് ഒട്ടും ഉളിപ്പില്ലാത്തവരാണെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു വാചകം അത്. എന്താണെന്നറിയോ? അന്നില്ലേനിയോ, എന്തില്ലായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ പറയും. എൻ്റെ പൊന്നു സുഹൃത്തെ, അന്ന് യെരുസലേം ദേവാലയം ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഇല്ലായിരുന്നോ? അതിന്റെ പരിസരത്തായിരിക്കുമെന്ന് ബുക്കാരിയിലും മുസ്ലിമിലൊക്കെ എഴുതി വെച്ചിരിക്കണ പരിസരത്തു നിന്നല്ല, യെരുസലേം ദേവാലയത്തിൽ നിന്നാണ്. അപ്പൊ ചരിത്രപരമായ വങ്കത്തരം ആരംഭം മുതലേ അവസാനം വരെ അതിനകത്ത് കാണാം. എന്നിലും മൂപ്പര് ആകാശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് 1-ാം സ്വർഗത്തിൽ കയറിയപ്പം അവിടെ ഉണ്ട് ആദം നബി ഇരിക്കണേ. ചോദിച്ചേ, ആര് പറഞ്ഞിട്ടാ വന്നേ? അവ പറഞ്ഞു, അത് പടച്ചോൻ പറഞ്ഞിട്ടാ വന്നിക്കണേ. ഞാൻ ഇതിന്റെ വാക്കുകളൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇവിടെ പറയണ ഒരൊറ്റ വാക്ക് പോലും എന്റെ വാക്കല്ല. ഇതെല്ലാം തന്നെ ആധികാരികമായിട്ട് ഖുറാനിന്റെയും ഹദീസുകളുടെയും സീറയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പറയുള്ളൂ. അതിനാണ് ഞാൻ അവിടെ തെളിയിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും അധികം പറഞ്ഞെന്ന് പറഞ്ഞ് മൂപ്പര് നാളെ എനിക്കെതിരെ, അല്ലെങ്കിൽ തന്നെ മൂപ്പരുടെ മാസികയിൽ എഴുതിയിരിക്കുന്ന ഒരു പാതിരി എനിക്കെതിരെ ഇറങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്, പേര് പറഞ്ഞില്ല, അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പം ഇനി അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകണ്ട. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാം പറയണതെല്ലാം തന്നെ അവിടെ എഴുതി വെച്ച് നിങ്ങളെ കാണിക്കണേ. അപ്പം അവിടെ ചെന്ന് 1-ാം നബി അല്ലെങ്കിൽ ആദം നബി പറഞ്ഞു, അവിടുന്ന് കയറ്റി വിട്ടു. പിന്നെ പോയി മൂസാ നബി കണ്ടു. അത് കഴിഞ്ഞപ്പോ ഈസാ നബീനെയും കണ്ടു. മൂപ്പരുടെ ആകൃതി അറിയണ്ടേ? നല്ല ചുമന്നിരിക്കണ നല്ല ഉയരമൊക്കെ ഉണ്ട്. ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുടികൾ, ഈസാ മസിയെ യേശു ക്രിസ്തുവിന്റെ, അദ്ദേഹത്തെ കണ്ടതിന്റെ കാര്യമായി വിവരിക്കുന്നേ. അപ്പം മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ്. അതിലിങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പാറി നടക്കുകയാണ്. അപ്പൊ അതും കണ്ട് സക്കാരമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇബ്രാഹിം നബീന്റെ അടുക്ക ചെന്നു. അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ മലക്കുകൾ ഉള്ളിൽ പ്രവേശിക്കുകയും വെളിയിലേക്ക് വരാത്തതുമായിട്ടുള്ളൊരു മുറിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയി അള്ളാഹുവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു മടങ്ങി വരുന്ന കൂട്ടത്തിൽ മൂസാ നബി ചോദിച്ചു, അല്ല പ്രവാചക, എന്തേ അള്ളാഹു പറഞ്ഞത്? ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്തേ പറഞ്ഞതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു, 50 പ്രാവശ്യം ജനങ്ങൾ നിസ്കരിക്കണം എന്നുള്ള കൽപ്പന എനിക്ക് തന്നു. അപ്പൊ മൂസാ നബി പറഞ്ഞു, എൻ്റെ പൊന്ന ചെങ്ങായി, എൻ്റെ ജനത്തോട് ഞാനിത് പറഞ്ഞ് മടുത്തു, പോലും അത് നടത്തിയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, പോയിട്ട് കുറച്ച് തരാൻ പറയാൻ പറഞ്ഞു. അപ്പൊ നേരെ പോയി 45 ആക്കി. അവിടുന്ന് പിന്നെയും വന്നപ്പോ മൂസാ നബി പറഞ്ഞു പറ്റൂല. മൂസാ നബി എന്ന് പറഞ്ഞ മോശ കേട്ടോ. മോശ പറഞ്ഞു പറ്റൂല, അതും നടക്കൂല, കുറയ്ക്കാൻ പറഞ്ഞു. പോയി 40 ആക്കി വന്നു. പിന്നെയും പോയി 35 ആക്കി, 30 ആക്കി, 25 ആക്കി. ലേലം വിളി നടന്നു. അവസാനം 5-ലാക്കി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഉസ്മാൻ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ ഉസ്മാൻ, മൂപ്പരെ നിരീശ്വരവാദി എന്നൊക്കെ ബല വിളിക്കുക. മൂപ്പര് പറഞ്ഞു, 5 കൂടി ഒരു പ്രാവശ്യം കൂടി റസൂല് പോയിരുന്നെങ്കിൽ ഒഴിവാക്കി തന്നിരുന്നേ, ഞങ്ങൾ കുറച്ച് രക്ഷപ്പെട്ടീനിന്ന്. അപ്പം അതാണ് ഇതിൻ്റെയൊക്കെ ഘടകം. എന്നാലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതൊക്കെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നുണ്ട് നോമ്പ്. അതിപ്പം കഴിഞ്ഞു എന്നുള്ള നിങ്ങൾക്ക് അറിയാം. പിന്നെ സക്കാത്ത് കൊടുക്കണം.
പിന്നോ ഒരു തീർത്ഥാടനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കണത് എന്താണെന്ന് ചോദിക്കരുത്, അത് തെറ്റാണ്. കാരണം മിനിഞ്ഞാന്ന് ഒരു സുഹൃത്ത് വിളിച്ചു, വടകരേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വടകരേന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് അവിടെ നടക്കണതേ നിങ്ങൾ പള്ളി മെഴുകുതിരി കത്തിക്കണില്ലേ, അതുപോലെ തന്നെ കല്ലിനെ ചുംബിക്കണേന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കല്ലിനെ ചുംബിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാൻ പാടില്ല, അള്ളാഹു കൽപ്പിച്ചാണ്. റസൂലിന്റെ സഹാബിമാരിൽ ഉമ്മർ പറഞ്ഞിരുന്നു, പ്രവാചകർ ഈ കല്ലിനെ ചുംബിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് ചുംബിക്കൂലായിരുന്നു എന്ന്. കാരണം ഉമ്മർക്ക് കുറച്ച് ബോധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൂപ്പർ അങ്ങനെ പറഞ്ഞു പോയി. ഇനി അത് കഴിഞ്ഞാൽ അനുഷ്ഠാനങ്ങളാണ്. ആ അനുഷ്ഠാനങ്ങളിൽ ദീൻ എന്ന് പറയും. അപ്പൊ ആ ദീൻ നടത്തുന്നതിനെ കുറിച്ച് സൂറ 2:177 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ വായിച്ചാൽ മതി. പിന്നെ പാരമ്പര്യമായ കാര്യങ്ങൾ, അതില് സുന്നത്തിൽ ഫെയിൽ, അതുപോലെ തന്നെ സുന്നത്തിൽ കൗൽ എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ, ഒന്ന് ചെയ്തതും മറ്റൊന്ന് പറഞ്ഞതും, ഇതെല്ലാം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, ആധികാരിക ഗ്രന്ഥങ്ങളാണ്. ഇവിടെയാണ് സലഫികൾ പോലും, സലഫിയാണെന്ന് സ്വയമേ വാദിക്കുന്ന സലഫികൾ പോലും അംഗീകരിക്കാത്ത വാദവുമായിട്ട് സാഹിബ് വന്നത്. എന്താ അറിയണ്ടേ? അവിടെ പറയുന്നത്, നമ്മുടെ സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും കൂടെ നിച്ചിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞത് 2 ഗ്രന്ഥങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. ഏതൊക്കെയാണ്? സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിമും, പിന്നെ ഉസ്മാൻ ഉണ്ടാക്കിയതായ ഖുറാനും. അതിൽ അപ്പുറമായിട്ട് ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല. അഥവാ നിങ്ങൾ പറഞ്ഞാൽ, അന്ന് അയ്യൂബ് നബിയെ കുറിച്ച് നബി തിരുമേനയുടെ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അവർക്ക് 68 അടി അടിച്ചു പോലെ. അപ്പൊ അതുപോലെ അടികൊള്ളും. അപ്പൊ സാറ് ചോദിച്ചു, ഞങ്ങൾക്കോ നിങ്ങൾക്കോ എന്ന്. അതിന് മറുപടിയില്ല. ക്രൈസ്തവർക്ക് അടികൊള്ളേണ്ട ആവശ്യം ആ കാര്യത്തിലില്ല. അപ്പം ഈ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച അല്ലെങ്കിൽ ഇത് എഴുതിയതായ ആളുകളുടെയൊക്കെ പേരിലാണ്, ആ ആളുകൾ താമസിച്ച സ്ഥലങ്ങളുടെയൊക്കെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിലൊന്നാണ് ബുഖാരി. അത് എഴുതിയതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ ദേഹവിയോഗത്തിന് അനേക വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് എഴുതിയത്. അതായത് ആഫ്റ്റർ ഹിജ്റ, എന്ന് എഴുതിയിരിക്കുന്നത് ആഫ്റ്റർ ഹിജ്റ എന്നാണ്. ആഫ്റ്റർ ഹിജ്റ 256 ബുഖാരി എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തേത് മുസ്ലിം, അതോ 261, ഏച്ച് 261. പിന്നെ ത്രിമതി, അബുദാവൂദിന്റെ ഗ്രന്ഥം, പിന്നെ അൻ നിസീൻ, ഇബ്നു മാജ. ഇതൊക്കെ പൊതുവെ എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന സുന്നി പണ്ഡിതന്മാരും മറ്റുള്ളവരും അംഗീകരിക്കുന്നതാണ്. എന്നാൽ സലഫികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരിക്കുന്ന ദാവ പ്രഭാഷകനായിരിക്കുന്ന സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയാം, അതൊന്നും അംഗീകരിക്കൂല. മൂപ്പർക്ക് ബുഖാരിയും കൂടി എന്താണെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ബഹുമാനമുള്ള സോളമൻ മാഷ് ഒരു ചോദ്യം ചോദിച്ചോ പറഞ്ഞു, അത് സോളമൻ മാഷെ ബുഖാരിയിലല്ല മുസ്ലിമിലാണെന്ന്. അത് പിന്നെ TV-യിലൊക്കെ വന്നു പിന്നീടുള്ള സമയത്ത്. യാതൊരു ഉളുപ്പില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. അപ്പം എന്താണ് എന്നുള്ളത്, ബുഖാരിയിലാണ് എന്നുള്ളത് സോളമൻ മാഷ് എഴുന്നേറ്റ് അപ്പം തന്നെ അങ്ങോട്ട് വായിച്ചു കൊടുത്തു. അറബിയിലാണ് ചൊല്ലി കേൾപ്പിച്ചു കഴിഞ്ഞപ്പം മൂപ്പര് ജാളിത കൊണ്ട് എനിക്ക് തെറ്റ് പറ്റിയെന്നെങ്കിലും ഒരു വാക്ക് പറയണ്ടേ, അത് പറയാതെ സോളമൻ മാഷ് പറഞ്ഞ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സ്നേഹത്തിന്റെ ആത്മാവിലാണ് ഞാൻ പറയണേ. 1 കൊരിന്ത്യർ 13 അധ്യായം എൻ്റെ മനസ്സിലുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ ഇതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് തന്നാണ് സ്നേഹത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആത്മാവിൽ തന്നെ സത്യം സംസാരിക്കുന്നത്. നാളെ ഞാൻ എൻ്റെ സാഹിബിനെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കും. അത്രമാത്രം ഞങ്ങൾ സ്നേഹത്തിലുമാണ്. ഇനി സുന്നത്തുൽ താക്കീർ എന്ന് പറയുന്നത്, അത് മുഹമ്മദ് ബനു ഇസാഖ് എഴുതി തുടങ്ങിയതും ഇബ്നു ഹിഷാം പൂർത്തീകരിച്ചതുമായ സീറ റസൂലുള്ള. അതാണ് ഈ മുമ്പ് പറഞ്ഞ 6 ഗ്രന്ഥങ്ങൾ എഴുതിയതിന് മുമ്പ് എഴുതിയത്. ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഇബ്നു ഹിഷാം എഴുതിയത് നബിയുടെ ജീവിത സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. അതിനെ തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഹിഷാം എഴുതിയപ്പോൾ പറഞ്ഞു, ഇബ്നു ഈസ എഴുതിയിരിക്കുന്ന പലതും എനിക്ക് വാ കൊണ്ടുപോലും പറയാൻ കഴിയില്ല, അതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പൊ അത് ക്രിസ്ത്യാനികളുടെ കൈ കിട്ടിയിട്ടുണ്ട്. ഓർക്ക് അറിയാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുതലാണ് സംവാദം വേണ്ട, പിന്മാറിയത് ആരാണ്? നമ്മൾ പിന്മാറിയിട്ടില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ഒരു സംവാദം നടത്താം. നിങ്ങൾ നിശ്ചയിച്ചോ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിശ്ചയിച്ചോ, ഇന്ന് വേണേ ഞങ്ങൾ കരാർ ഒപ്പിട്ടിട്ട് പോയിക്കോളാം. വിഷയം ഇതായിരിക്കണം, മുഹമ്മദ് നബിയുടെ ധാർമ്മികതയും യേശു ക്രിസ്തുവിന്റെ ദൈവികത്വവും. അതിനിപ്പം ആലപ്പുഴയിൽ നിന്നുള്ള ഖാദിയാനി സ്നേഹിതൻ ഡോക്ടർ ഹമീദ് ആണെങ്കിൽ പോലും ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ ഇസ്ലാം ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പോലും പറയാറുള്ളേ, നിങ്ങൾ ബൈബിള് തിരുത്തിയില്ലേ, ബൈബിള് റദ്ദാക്കിയില്ലേ, ബൈബിളിൽ കൈകടത്തിയില്ലേ, ഒറിജിനൽ ബൈബിൾ ഉണ്ടോ? ഒറിജിനൽ ബൈബിൾ ഉണ്ടോ? അതാണ് നമ്മുടെ സഹോദരന്മാരുടെ ചോദ്യം. ഏതെങ്കിലും ക്രിസ്തീയ പ്രവർത്തകർ
ഏതെങ്കിലും മുസ്ലിം സഹോദരനോട് ചോദിച്ചാൽ, അത് ഷിയാക്കളായിക്കോട്ടെ, സുന്നികളായിക്കോട്ടെ, മുജാഹിദ് ആയിക്കോട്ടെ, ജമായത്ത് ആയിക്കോട്ടെ, കാദിയാനികളായിക്കോട്ടെ, അല്ല ഇനി അഹമ്മദിയ ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, ഓലോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കാദിയാനികൾ രണ്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ നമുക്ക് അറിയാം, നമ്മളിതൊക്കെ അറിയണുണ്ടേ കേരളത്തിൽ നടക്കുന്ന കാര്യമൊക്കെ. അപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, ബൈബിൾ റദ്ദാക്കിയില്ലേ, തിരുത്തിയില്ലേ, തിരുത്തപ്പെടാത്ത ബൈബിള് നിങ്ങൾ ആരെങ്കിലും വായിച്ചിക്കണോ? അതാണ് നമ്മുടെ ചോദ്യം. തിരുത്തപ്പെടാത്ത ബൈബിൾ വായിച്ചാലല്ലേ ഇത് തിരുത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എം അക്ബർ സാഹിബ് എടക്കരയിൽ നടത്തിയ സംവാദത്തിൽ പറഞ്ഞൊരു കാര്യം, ഗുഡ് ന്യൂസ് ബൈബിൾ കണ്ടില്ലേ, ഗുഡ് ന്യൂസ് ബൈബിളിന്റെ പരിഭാഷ കണ്ടില്ലേ, അതിനകത്ത് ഇന്ന വാചകം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, KJVയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പാവം മത്തിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണവന്റെ മനസ്സിലേക്ക് KJV NAV എന്നൊക്കെ പറയണ പോലെ അല്ലേ ഉള്ളൂ എൻ്റെ സുഹൃത്തെ. അതിനൊക്കെ ബൈബിളിന്റെ പരിപേക്ഷതയില്ലാതെ, ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഖുറാനിലെ ഒരു കാര്യവും ശരിയായ വിധത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ പ്രമാണങ്ങളെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. ഞാൻ ചില ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞേക്കും, അതൊക്കെ ഇങ്ങനൊക്കെ പറയാമോ, ഇതൊക്കെ തെറ്റല്ലേ? തെറ്റല്ല. എന്താണെന്ന് അറിയണ്ടേ? സൂറയിലെ 163 മുതൽ 169 വരെയുള്ള ആയത്തുകളിൽ അന്നിസ 4, അതായത് 4 സൂറ 4ന്റെ 163 മുതൽ 164 വരെയുള്ള ആയത്തുകളിൽ പറയുകയാണ്, പ്രവാചക, നൂഹിനും അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാർക്ക് നാം എപ്രകാരം ദിവ്യബോധനം നൽകിയോ അപ്രകാരം നിനക്ക് ദിവ്യബോധനം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസഹാക്ക്, യാക്കൂബ് സന്തതികൾ ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നാം ദാവൂദിന് സബൂർ നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നാം നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും, ശ്രദ്ധിക്കണേ, ഇതിനു മുമ്പ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഇനിയും പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമായ ദൈവദൂതന്മാർക്കും ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. മൂസയോട് അല്ലാഹു ശരിക്കും സംസാരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ദൂതന്മാർ അത്രയും സുവാർത്ത നൽകുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി അയക്കപ്പെട്ടവരാകുന്നു. അപ്പം പറഞ്ഞു തന്നിട്ടുള്ളവരും പറഞ്ഞു തരാത്തവരുമായിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 1,24,000 പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ആ 1,24,000 പ്രവാചകന്മാരിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ അതിനകത്ത് ഞങ്ങളെന്ന് പറയുമ്പോൾ, ഞാൻ ചേട്ടനായിട്ടല്ല പറയണം കേട്ടോ, ഞാൻ മലബാറുകാരനാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന ആ 1,24,000 പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാരുടെ പേര് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ കൂടാതെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരെ കുറിച്ച് ഖുറാനികമായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ അതിന് ഹദീസ് നോക്കിയാലും പറ്റൂല. കാരണം ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒന്ന് ഇവിടെ പറയും, വേറൊരിടത്ത് പറയും. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ പ്രസംഗമൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് ബൈബിൾ വാങ്ങിക്കാറുണ്ട്. അവർക്ക് ഏറ്റവും ഇഷ്ടം ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കാനാ. എന്നിട്ട് നേരത്തെ ജെറി ബ്രദർ പറഞ്ഞ ആ വാക്യം എടുത്ത് ഇങ്ങനെ പറഞ്ഞ്, കണ്ടില്ലേ, പറഞ്ഞിക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പം അതിനകത്ത് ഇനി പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമായിട്ടുള്ള ദൈവദൂതന്മാർക്കും കൊടുത്തിട്ടുണ്ടെന്നല്ലോ, ദൂത് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താ മാർഗം? അതിലും സൂറേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 40-78 പറയുകയാണ്, പ്രവാചക, നിനക്ക് മുമ്പ് നാം ധാരാളം ദൈവദൂതന്മാരെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ ചിലരുടെ ചരിത്രം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, ചിലരോട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ നാം അവതരിപ്പിച്ചതായ ഈ മാർഗദർശനത്തിൽ എന്ന് വെച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച് നിനക്കെന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ, നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് മുമ്പേ വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു കൊള്ളുക. അപ്പൊ എവിടെ ബൈബിൾ തിരുത്തിയത്? ഏത് കാലഘട്ടത്തിലാണ് തിരിച്ചത്? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, എപ്പോഴത് വന്നേന്നുള്ളത്. അപ്പം ബൈബിൾ തിരുത്തിയെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചുകൊള്ളുക എന്നല്ല പറയണ്ടേ. മലയാള ഭാഷ അറിയുന്നവർക്കറിയാം എന്താണ്. നേരത്തെ പാരായണം ചെയ്തിട്ട് മറന്നു പോയിട്ടുള്ളവരോടോ അല്ലെങ്കിൽ പിന്നീട് തിരുത്തിയിട്ടുള്ളവരോടോ പോയി ചോദിക്കാനാ പറയണ്ടേ. അപ്പൊ വേദപാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ അതാരോടാണ്? എല്ലാ കാര്യങ്ങളും യൂതികളോട് ചോദിക്കാൻ പറ്റില്ല, യഹൂദന്മാരോട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കയ്യിൽ പഴയ നിയമം മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ നിയമത്തിലെ കാര്യങ്ങളും കൂടെ അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? അത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളോട് ചോദിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരന്മാരുടെ ഗുരുസ്ഥാനികളാണ് ആര്? ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഒരു ഗുരുസ്ഥാനി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ സഹോദരനായിരിക്കുന്ന, എൻ്റെ ശിഷ്യനായിരിക്കുന്ന അക്ബർ സാഹിബിനോട് പറയുകയാണ്, നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരിക, നിന്നെ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചു തരാം, എങ്ങനെ വേദപുസ്തകം വ്യാഖ്യാനിക്കണമെന്ന് പഠിപ്പിച്ചു തരാം, തന്നെ ഞാൻ ശരിയായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ നിത്യജീവനെ കുറിച്ചുള്ള ഉറപ്പ് അങ്ങേക്ക് ഞാൻ തരികയും ചെയ്യാം എൻ്റെ സഹോദര. അപ്പൊ ഗുരുസ്ഥാനികളായിരിക്കുന്ന വേദക്കാരോട് ചോദിച്ച് പഠിക്കാൻ പറയുമ്പോൾ അത് ചെയ്യാതെ
അതെല്ലാം തിരുത്തി റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെയാണ്? ഇനിയും പ്രവാചക, അവനാകുന്നു നിനക്ക് ഈ വേദം അവതരിച്ചെന്നുള്ളത്. ഇതിൽ 2 തരം സൂക്തങ്ങളുണ്ട്. ഒന്ന് മുഹമ്മദ്, അതായത് വേദത്തിൽ മൂലഘടകം. 2 മുതശാബിഹാത്ത് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ. അതിലൊന്ന് മനസ്സിലാകുന്നതും മറ്റൊന്ന് മനസ്സിലാകാത്തതും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അടുക്കൽ 16 ക്രൈസ്തവർ ചെന്നു. പറഞ്ഞു, മുഹമ്മദ് സാഹിബേ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കേവലം ഒരു പ്രവാചകനായിട്ടല്ല വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്, ദൈവപുത്രനാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരായത്ത് കിട്ടിയതാണ്. എന്താണെന്നറിയാമോ? ക്രൈസ്തവരോട് മറുപടി പറയാൻ വേണ്ടി കിട്ടിയ ആയത്ത്. ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാകൂല. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, ഈ മനസ്സിലാകുന്ന ആരോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്ഷാൽ ആശയങ്ങൾ അല്ലാഹു ആണ് മനസ്സിലാക്കുന്നത്. അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. നേരെ മറിച്ച് ജ്ഞാനത്തിൽ പക്വത പ്രാപിച്ചവരോ പറയുകയാണ്, നിങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇതെല്ലാം ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് തന്നെയാണ് ഉള്ളത്. ഏത് കാര്യത്തിൽ നിന്നും ശരിയായ പാഠം പഠിക്കുന്നത് ബുദ്ധിമാന്മാർ മാത്രമായിരിക്കും. ആരാണ് ഈ ബുദ്ധിമാന്മാർ? സൂറ 5:82 പറയുന്നു, തങ്ങൾ നസ്രാണികളാണ് എന്ന് പറഞ്ഞവരാകുന്നു മമതയാൽ വിശ്വാസികളോട് ഏറ്റവും അടുത്തവരെന്നും അവരിൽ ദൈവഭക്തരായ ജ്ഞാനികളും ലോകപരിത്യാഗികളായ പുരോഹിതന്മാരും ഉണ്ടെന്നതും അവർ അഹങ്കാരികളല്ല എന്നത്രേ ഇതിന് കാരണം. അപ്പോൾ പുരോഹിതനായിരിക്കുന്ന ഞാൻ അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അറിവിന്റെ പാപ്പരത്വമാണ്. കാരണം അവരുടെ വേദം പറയുന്നു, വേദജ്ഞാനികളായിട്ടുള്ള പുരോഹിതന്മാർ തീർച്ചയായിട്ടും താഴ്മയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നസ്രാണികളിൽ നിന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ നസ്രാണികൾക്ക് നേരെ, ക്രൈസ്തവർക്ക് നേരെ എന്തിനാണ് ഈ ദ്വന്ദ്വയുദ്ധം? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പൊ മൂപ്പർ വാളെടുത്ത് കുടുങ്ങിയിരിക്കുക, എപ്പോഴാണ് തിരിച്ച് വെട്ടുകിട്ടുക എന്നറിയൂല. കാരണം മുസ്ലിം സഹോദരന്മാർ തന്നെ അതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ കർക്കശമായിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട്. ഈ പരിപാടി നിർത്തണം, ക്രൈസ്തവ പുരോഹിതന്മാരെ വേദിയിൽ വിളിച്ച് അപഹസിക്കരുത്, അപമാനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർ, എന്റെ സ്നേഹിതന്മാരായിട്ടുള്ള അനേക മുസ്ലിം സഹോദരന്മാർ, പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇനിയും എന്തെങ്കിലും ആരെക്കുറിച്ചെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അയ്യൂബ് നബിയെ കുറിച്ചൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ, ഇയ്യോബിനെ കുറിച്ചുള്ളത്. എന്നാൽ ഈ ഇയ്യോബിന്റെ ചരിത്രം അറിയണമെങ്കിൽ എവിടെ വായിക്കണം? ഹദീസ് വായിച്ചാൽ പോരാ. അത് വായിക്കണമെങ്കിൽ എവിടെ വായിക്കണം? ബൈബിള് വായിക്കണം, ഇയ്യോബിന്റെ പുസ്തകം വായിക്കണം. അപ്പൊ അതേപോലെ അത് കഴിഞ്ഞില്ല. ഇനി നമ്മളൊരു ബലിപെരുന്നാൾ നടത്താറുണ്ടല്ലോ. ഈ ബലിപെരുന്നാളൊക്കെ നടത്തുമ്പം ആരെയാണ് ബലി കഴിച്ചതെന്ന് അറിയാതെയാണോ എൻ്റെ സഹോദരന്മാർ ഈ ബലിപെരുന്നാൾ നടത്തുന്നത്? ആണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായിട്ട് ബലിപെരുന്നാൾ നടത്തുമ്പോൾ അവരിൽ തന്നെ വളരെ കൺഫ്യൂഷനാണെന്ന് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ശ്രീമാൻ MM അക്ബർ തന്നെ സമ്മതിക്കുന്നുണ്ട്. തഫീഫുൽ ഖുർആൻ എന്ന് പറയുന്ന മൗദൂദി സാഹിബ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഖുറാനിലും അതിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഒരു ഭാഗം വരുമ്പോൾ, അഥവാ സൂറ 37 98 മുതൽ 113 വരെയുള്ള വാക്യങ്ങളിൽ, ആയത്തുകളിൽ അത് വരുമ്പോൾ ഇബ്രാഹിം നബി ബലി കഴിച്ചത് ഇസ്മായിലിനെയാണോ ഇസാക്കിനെയാണോ എന്നുള്ള സംശയം. എന്നിട്ട് പറയുകയാണ്, ഈ കാര്യത്തെക്കുറിച്ച് ഉമ്മർ ഖലീഫ മുതൽ ആലി മുതൽ 20ഓളം സഹാബിമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയണ്ടേ? അവർ പറഞ്ഞതായ കാര്യം അത് ഇസഹാക്കിനെ തന്നെയാണ് എന്ന. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സമ്മതിക്കുന്നതായ ഒരു പുസ്തകമാണ് തബാരിയുടെ ഗ്രന്ഥത്തിൽ. തബാരിയും വ്യക്തമായിട്ട് പറയുന്നു. ഇടയ്ക്കരെ നടന്ന ഒരു സംവാദത്തിൽ MM അക്ബർ സാഹിബിനോട് ചോദിച്ചു, ഖുറാനികമായിട്ട്, ഖുറാന്റെ വെളിച്ചത്തിൽ ഉരുണ്ടും പരണ്ടുമുള്ള മറുപടി ഒന്നും വേണ്ട, യെസ് ഓർ നോ എന്നുള്ള ഉത്തരം മാത്രമേ തരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യകർത്താവ്, ഒരു ക്രൈസ്തവൻ ചോദിച്ചു, ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മായിൽ എന്നുള്ളത് ഖുറാനികമായിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ മറുപടിയേ പറഞ്ഞുള്ളൂ, പറ്റുകയില്ല, പറ്റൂലെന്ന്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അതായത് ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ പുത്രനാണ് ഇസ്മായേൽ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഒരു ക്രൈസ്തവ സ്നേഹിതൻ ചോദിച്ചപ്പോൾ MM അക്ബർ സാഹിബ് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരൊറ്റ വാചകം, പറ്റുകയില്ല എന്നുള്ള. CD നമ്മുടെ കയ്യിലുണ്ട്, പറ്റൂലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യം?
അപ്പൊ അതെങ്കിലും അറിയണമെങ്കിൽ ക്രൈസ്തവരോട് ചോദിച്ചോണം. ക്രൈസ്തവർ പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം വായിച്ചാൽ മതി, നമ്മൾ പറഞ്ഞു കൊടുക്കും. അവിടെ വ്യക്തമായിട്ട് ആരെയാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതെന്നും എന്തുകൊണ്ട് കൊണ്ടുപോയി എന്നും എന്തുകൊണ്ട് തിരികെ കിട്ടിയെന്നും അത് എന്തിന്റെ നിഴലായിരുന്നു എന്നൊക്കെ ചേട്ടന്മാർ പറഞ്ഞുതരും.